rescue. ആ ഒരു വില്ലേജ്, ഈ ഒരു വില്ലേജ് കരയുവാണ്. അത് റെസ്ക്യൂവിന് വേണ്ടി കാത്തിരിക്കുവാണ്. Something truly awful must have happened here, and the victims' reverberations still linger. എന്തോ ഊമ്പിയ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും നോക്കാം. Based on the evidence we found and the condition of these ruins, that didn't happen all too long ago. I can still feel it in the streams. എന്തൊക്കെയോ അറിയാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള പറയട്ടെ. Perhaps the tacit field has kept this village from being discovered. Or maybe someone has been intentionally concealing it. Anyway. ടാക്സ് ആൻഡ് ഡിസ്കോഡ് ഒന്നെങ്കിൽ ഈ ഒരു വില്ലേജിനെ അറ്റാക്ക് ചെയ്ത് കാണൂല, അല്ലെങ്കിൽ എന്തോ മനഃപൂർവ്വം അതിങ്ങനെ ചെയ്തായിരിക്കും. There must be something we can do. We may find the victims nearby. I can feel someone connected to what happened here is still close. This place is dangerous. അവൾ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ അമ്മക്ക് ഇതിൽ നിന്ന് വിക്ടംസിനെ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? വിക്ടംസിനെ കണ്ടുപിടിക്കണം. അവൾക്ക് എന്തോ ഇവിടെ ഈ സ്ഥലം അത്ര പന്തിയായിട്ട് തോന്നല്ല. പറയത്തില്ല, അതിൻ്റെ കുണ്ണകൾ ഒളിച്ചിരുന്ന് അടിക്കുമ്പോൾ ചാൻസ് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോയി ഈ വിക്ടംസിനെ കണ്ടുപിടിക്കണം. മനസ്സിലായി? ഈ ടാക്സ് ആൻഡ് ഡിസ്കോഡ് അടിച്ച ഉപദ്രവിച്ച അറ്റാക്ക് ചെയ്ത പാവപ്പെട്ട അറ്റാക്കിനിരയായ കുറച്ച് പയ്യന്മാരിലെ ആ ഒരു വില്ലേജിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിൽ ജീവനോടെ ഇരിക്കുന്നവരെ കണ്ടുപിടിക്കണം എന്നാണ് അവൾ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് പോവാം. I'll inform Shuzia about what happened here. Can we continue our search before the official investigators arrive? ഞാൻ പറഞ്ഞ ചിക്സിയെ അറിയിക്കണമെന്നാണ്. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വരണതിന് മുന്നേ നമുക്ക് ബാക്കി അന്വേഷിക്കണമെന്നാണ് ചോദിച്ചിട്ടുണ്ട്. Sorry, I know it doesn't sound very convincing. It's just a hunch of mine, and I don't have any evidence to back it up. Thank you, Rover. Please stay vigilant. ഓക്കെ, അവളെ കൂടെ ഒന്ന് അന്വേഷിക്കുക ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി. As for the little one here, let's leave it be. എന്തായാലും നോക്കാം. ഈ കുണ്ണ ഇതെന്താണെന്ന് വെച്ചാൽ ഐഡിയില്ല. ഇനി എങ്ങോട്ട് പോയി നോക്കാം. അവിടെ എന്തോന്നുണ്ട്. The area is a mess, but it doesn't look like a war zone. Someone was hurt and dragged away. ഇതൊരു വാർ സോൺ പോലെ തോന്നല്ല, പക്ഷെ ഇവിടെ ഏതാ ഒരുത്തനെ വലിച്ചടിച്ചുകൊണ്ട് പോയാലും തോന്നി. മൊത്തത്തിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞതായാലും നോക്കാം. Look, there are many footprints here. These are traces left by a fight. ഇവിടെ കുറേ ഫുഡ് സ്റ്റെപ്സ് കാണാനുണ്ട്. എന്തായാലും നോക്കാം. Someone was injured. ആർക്കോ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. These cards. I see. ആ കാർഡ്സിനെ പറ്റി അവിടെ എന്തിനാ പറഞ്ഞുണ്ട്. The Fraxidus is likely behind it all. The Fraxidus is likely behind it all. അത് എന്തോ The Fraxidus? എനിക്ക് പറഞ്ഞ ഫാക്ടറിസ് എന്തിനാണെന്ന് വെച്ചാൽ. Yes. I don't know much about the Fraxidus, but as an outrider, I've worked on related cases. അവൾക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാം, പക്ഷെ ഔട്ട്സൈഡേഴ്സിന് അതിനെപ്പറ്റി കൂടുതൽ അറിയാം. It's a group of extremists obsessed with fusing humans with tacit discords. They've caused terror attacks of various scales around the world. ഈ നോക്കാം പറയട്ടെ. Fusing humans and tacit discords. ഫ്യൂസിങ് ഹ്യൂമൻസ് ആൻഡ് ടാക്സിക് ഡിസ്കോഡ്സ്. അവന്മാരാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കണം. അവന്മാരാണ് ഈ അറ്റാക്കുകളെല്ലാം ചെയ്യണത്. എല്ലാം നമുക്ക് നോക്കാം. ഓ വീണാളിയടാ. ഹലോടാലോ. We've seen signs of their presence in Jinzhou, left by lower-ranked members The- called artificers.
We have been sign of represents Jinsus led by tower ranked members called artificers. ആ ജിൻസുവിലെ ആ ടവറിൽ റാങ്ക് ആയിട്ടുള്ള എന്തിനാ പറയുകയാണ് ഈ കറക്റ്റ് കത്തല്ല സംഭവം എന്തിനാ അവന്മാർ കറക്റ്റ് എനിക്ക് കത്തുള്ളത് Well, അവർ the പറയണം. artificers are the overseers, leaders with eerie abilities and unknown intentions. They pose a far bigger threat. എന്തായാലും നോക്കാം നോക്കി No one knows their true intentions. Some members speak of world destruction, while others claim they seek eternal power. അവന്മാർക്ക് ഭയങ്കര പവർ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അവർ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞോണം. എന്തായാലും നോക്കാം. There is one particularly insane overseer. He's crazy even by Frexidus standards. A man who sees no order and revels in destruction. I've seen similar cards in the physical evidence file of the Frexidus-related cases. They belong to this one overseer I'm talking about. They call him. അവരവനെ വിളിക്കുന്ന സ്കാർ എന്നാണ്. ആ പന്നി ഇത്തിരി പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. If he's responsible for what happened to these villagers, who knows what kind of cruel and twisted atrocities he's capable of. ഈ വില്ലേജിലുള്ളവർക്ക് എന്ത് പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ വില്ലേജിൽ ജനങ്ങൾക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ സ്കാർ എന്ന് പറഞ്ഞ ഒരുത്തൻ അങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ ഈ മറ്റേ ജിൻസു സിറ്റി ഉണ്ടല്ലോ, അവർക്ക് ത്രെഡായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാം നമ്മൾ അന്വേഷിക്കണം. ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും നോക്കാം. ഇൻവെസ്റ്റിഗേറ്റ്. ഈ അങ്ങനെ അവിടെ എന്തോ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് പൂച്ച. ഓ എന്താ പറ്റി? ഓ യങ്ങ ഓ യങ്ങ എവിടെ? Guess you won't need my self-introduction. Oh, spent so much time on it. ആ കാടൊക്കെ അവൻ്റെ ആയിരുന്നു. സ്കാറാ അവള അവനെ പറ്റാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. കുണ്ണൻ അവളെവിടെ? ശേ യുവർ സ്കാർ അവൻ തന്നെ, എനിക്ക് ഉറപ്പാണ്. If you need to hear it from me, then yes, I am Scar. അവനാണ് സ്കാർ. Cruel and twisted maniac. ഈ കുണ്ണേനെ ഞാൻ തീർക്കാം. അവളെവിടെ എന്തോ അവളെനിക്ക് അന്വേഷിച്ച് പിടിക്കണം. We deserve a meeting free of such disturbances, don't you agree? The girl, she's gonna sway your judgment. നമ്മളെ കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം. Oh, so you really care about her. കുണ്ണേ അത് നിന്റെ വിഷയമല്ല. ഇത് Don't worry. I don't plan to make you hate me just yet. She is safe now. അവൾ സേഫ് ആണെന്നാണ് ഞാൻ പറഞ്ഞ. പക്ഷേ അവനെ വിശ്വസിക്കാൻ പറ്റൂല, കാരണം വില്ലനല്ലേ. നോക്കാം. Well, let's just enjoy our time together for the moment. Forget about that irrelevant person, will you? I have a lot to share with you. ഇവിടെ എന്തൊക്കെ എന്നോട് പറയാനുണ്ട്. എന്തായാലും നോക്കാം. To begin with, I heard you've lost your memories. എൻ്റെ ഓർമ്മ പോയ കാര്യമൊക്കെ എവനെങ്ങനെ അറിയാം? Indeed. I'll tell you പറ that. പറ നീ. Before you knew anything about this world, you were already the center of conflict. ഈ ലോകത്തിനെ പറ്റി അറിഞ്ഞാൽ പിന്നെ എന്തിന് ഞാൻ സെൻറ്റർ ഓഫ് കോൺഫ്ലിക്റ്റ്. ഇവന് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാം. ഇവന് ആ ഓർമ്മ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആരും ഇതുവരെ അങ്ങനെ അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ അറിഞ്ഞു.
എന്തൊക്കെ നടക്കുന്നുണ്ട്. I heard you've lost your memories. ഓക്കെ, സൗണ്ട് ഉണ്ടോ? മറ്റേ ഫോൺ സൗണ്ട് ഉണ്ടോ നോക്കാം. ഇനി അടുത്ത് നോക്കാം. You are the unknown variable we've been waiting for. Forces have been fighting for possession over you. എല്ലാവരും എനിക്ക് വേണ്ടിയാണ് കാത്തിരിക്കണത്. നിയമായി നോക്കട്ടെ. From the moment you opened your eyes, everyone you've met, including that girl you care so much about, they all knew how valuable you are. അവർക്കെല്ലാം അറിയാം ഞാൻ ഭയങ്കര The world valuable is a ആണെന്നാണ്. cruel place. You are a living, breathing person, but you're just a pawn to many. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് അന്ന് ഫസ്റ്റ് ടൈം എന്നെ ജിൻസി കണ്ട ആ ടൈമിൽ ജിൻസിക്ക് എൻ്റെ ആ ഒരു പവർ മനസ്സിലായത്. കാരണം ഞാൻ ടാക്ടിക് ഡിസ്കോണ്ടിനെ അടിച്ച് അതാണ് അപ്പം തന്നെ ജിൻസിക്ക് എൻ്റെ പവർ മനസ്സിലായി. യാങ്ങിനും ചിക്സിക്കും അത്ഭുതമായിരുന്നു. പക്ഷെ അവരിതിന് മുന്നേ അങ്ങനെ ഒരു അത്ര വലിയ ഡിസ്കോണ്ടിനെ കണ്ടിട്ടില്ല വില്ലനെ. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഹൈ റാങ്ക് ഉള്ള ഒരുത്തനെ കാണാനും പറ്റി. ഞാൻ മറ്റേ ബൈസിലൂടെ ഒരു ബൈസി എനിക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ എന്നെ കൊണ്ടുവിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഡൈമെൻഷൻ കയറി ഹൈ റാങ്ക് ഒരു ടാക്ടിക് ഡിസ്കോണ്ടിൻ്റെ ഒരാളിനെ ഞാൻ കണ്ട്. അപ്പോൾ എൻ്റെ പവർ എത്രത്തോളം ആണെന്ന് ജിൻസിക്ക് അറിയാം, ആ മാഡം മജിസ്ട്രേറ്റിന്. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് അവർ മനസ്സിലാക്കി വരണേ ഉള്ളൂ. പക്ഷേ ഇവൻ ഒറ്റയടിക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ അവനെ എന്നെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം. പോരത്തിന് അവൻ യാങ്ങൻ എങ്ങാട്ടോ ഇടുകയും ചെയ്തു. എന്തായാലും നോക്കാം. That's why because I see you as a dear friend, and I want to tell you the truth. I am so sorry for everything you're about to face. ഇവൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയണം. ഇവനെ എൻ്റെ അടുത്ത് ഒരു സത്യം പറയാനുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഈ ഫേസ് ചെയ്ത എല്ലാത്തിനും ഒരു സോറി പോലെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇവൻ എന്തൊക്കെയോ പറയാൻ പറ്റുകൊണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ അറിയാം. But truth hurts sometimes. സത്യങ്ങൾ വേദനിക്കും. You are just trying to make me join your side. You could say I'm looking forward to your choice. എന്തായാലും നോക്കാം. അവൻ എന്തൊക്കെ നോക്കട്ടെ, നോക്കാം, പറയട്ടെ. My goal is simple. I just want to deepen our mutual understanding, nothing more. Come on. Observe the surroundings a little more and tell me what you see. As you learn more about this world, your true desires will surface, and our little game will become even more entertaining. And before that, I don't want anyone to disturb my precious alone time with you. That's all. അതാണ് അവൻ പെട്ടെന്ന് അവളെ യാങ്ങി കിട്ടുന്നത് മാറ്റിക്കളഞ്ഞ. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ വേറെ ആരും വേണ്ട എന്നതിലാണ് പറയണം. പോലെ തന്നെ ഈ വില്ലേജ് പറഞ്ഞിട്ടുണ്ട്, വില്ലേജ് മൊത്തം നശിച്ചിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ വരുവാണ്. Why do you have to assume we are the culprits? ഞാൻ ചോദിച്ചായിരുന്നു അവൻ്റെ ആൾക്കാർ എന്താണ് ഈ വില്ലേജും ചെയ്തത്. അപ്പോൾ സ്കാറ് സമ്മതിക്കില്ല. അവൻ പറയണം അവനല്ല, അവൻ്റെ ആൾക്കാരെല്ലാം ചെയ്തെന്ന രീതിയിലാണ് അവനെ കുറ്റപ്പെടുത്തണം എന്നില്ലാണ് ചോദിച്ചേക്കണം. Maybe you should be asking me what actually happened here. ഇവിടെ എന്താണ് നടന്നതെന്ന് അവനറിയാം. അത് പറയാൻ വരുവാണ്. I won't tell you everything just yet. That's too boring. As I said, why don't you take a look around and see for yourself? കാര്യങ്ങളൊക്കെ പറയണ അവന് ബോറിംഗ് ആണ്. കാണിച്ച് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എൻ്റെ അടുത്ത് തന്നെ നേരെ കണ്ട് മനസ്സിലാക്കാൻ പറയുകയാണ്. So go ahead. What do you see? ഞാൻ ഒന്നും കാണില്ല. പിന്നെ Bravo! Didn't think you'd catch on to that. Now, what is the conclusion you've drawn? The Hutchins manipulated the villagers. The villagers killed each other. How typical. The age-old tale of savage wolves and helpless lambs. Good and evil as clear as day. It's a tired story that people cling to in their mundane lives. Oh, how it keeps them in check. But let me ask you this. Do you truly believe
ഇവ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുവാണ്. Let me give you a couple more tips. The truth is far more complicated than you think. ഇവ എന്താണ് കാര്യമെന്ന് പറയാനില്ല, പക്ഷേ എന്തോ ഇവിടെ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അത് മനസ്സിലാകുന്നുണ്ട്. ഇവൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അവൻ പറയണം. എന്തായാലും നോക്കാം. First, who are the players in our tale? An innocent girl, a revered leader, and a flock of simple villagers. സ്കാർ ആ ഒരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം, വില്ലേജ് നടന്ന കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്നസെൻ്റായ ഒരു പെൺകുട്ടി, റിവീൽഡ് ലീഡർ, 3 കാര്യങ്ങളാണ് പറഞ്ഞ. ഒരു ഇന്നസെൻ്റായ ഒരു പെൺകുട്ടി, റിവീൽഡായ ഒരു ലീഡർ, ആൻഡ് ഫ്ലോക്കിംഗ് സിമ്പിൾ വില്ലേജേഴ്സ്. Next, what makes up our main plot? പറഞ്ഞു വരുവാണ്. False devotion, fleeting kindness, collective deceit, senseless killings, and the one vulnerable soul pushed onto a path of destruction by the masses. Now, Rover, the story is yours to spin. I'm eager to hear your version after you've learned more. അവിടെ പോയി നോക്കാം. A crumpled page from a children's book's rest on a thrown piece of diary paper with a childish handwriting. Read the diary. 3:12. Hi, I am found new home and the nice uncle gave me this cool new book to write on it. Our old home was scared by monsters, so we went on a super long journey to find the new place. I asked my mommy and daddy to catch up with me, and uncle said really soon, can't wait them to join us. The new place is so sunny and was huge tree that rose peaches. Not many people from here go to the big city, so I just want mommy and daddy to find me cute. ഒരു പെൺകുട്ടിയുടെ ഒരു ഡയറിയിലെ ഒരു പീസ് ഇവിടെ കിടപ്പുണ്ട്. അതിൽ എഴുതിക്കണമെന്ന് വെച്ചാൽ 3:12 ആ ഒരു ഡേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഇതിലേക്കെന്ന് വെച്ചാൽ ഇവളുള്ള അങ്കിളൂടെ അവളുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറെ ഒരു സ്ഥലത്തോട്ട് താമസിക്കാൻ വന്നു. അപ്പോൾ അത് അവർ വരാൻ കാരണം വെച്ചാൽ അവർ മുമ്പ് താമസിച്ച സ്ഥലത്ത് മൊത്തം മോൺസ്റ്റേഴ്സാണ്. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും അവരിപ്പോൾ വേറൊരിടത്താണ്, മനസ്സിലായില്ല. അവർ ഇവിടെ നിന്ന് ഇവളുടെ അടുത്തോട്ട് പെട്ടെന്ന് വരണമെന്നാണ് അവളുടെ ആഗ്രഹം. അവൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത വേറെ ഡേറ്റുണ്ട് 12 ആ ഒരു ഡേറ്റിൽ ഡയറി ആയിരിക്കും. ഒരു ചെറിയ പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. Today is my birthday. Everyone is being really nice, saying I am their lucky charm because I can keep those mean monsters away. I am really happy and everyone likes me lots. We had cake and noodles and I got present too. It seems forever since since I saw mommy and daddy, though hope they come back. Will they come back? ഈ ദിവസത്തെ ഡയറി പറയുന്നത് വെച്ചാൽ ഇന്ന് അവളെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയാണ് അവരുടെ ലക്കി ചാൻ. അതുകൊണ്ട് തന്നെ മോൺസ്റ്റേഴ്സ് എല്ലാം ഇവിടെ നിന്ന് പോവും, അവരിവിടെ നിന്ന് രക്ഷപ്പെടും. അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും കുറേ നാളെ കണ്ടിട്ട് അവരെല്ലാം അവളുടെ അന്വേഷിച്ച് വീണ്ടും വരും. അവൾ അതിനുവേണ്ടി കാത്തിരിക്കണമെന്നാണ് ഈ ഒരു ഡേറ്റിൽ ഡയറി പറഞ്ഞേക്കണം. സ്കാർ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരാൾ കുറേ ആട്ടിൻകുട്ടികളുടെ ഇടയിൽ നിൽക്കുവാണ്. പണ്ടൊരിക്കൽ അവിടെ ഒരു സമാധാനമായിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ചെന്നായ്ക്കളുടെ ഫിഷിനെ തുടങ്ങി.
ancient art of conveying hidden truths through fiction. അവൻ പറഞ്ഞു വരുവാണ്. But they always draw from real life, don't they? യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അവയെല്ലാം. The same story gets told by many, and each person brings their own spin, their own focus. The same story gets told by many, and each person bring their own spin, their own focus. Whatever you learn from it is just one of countless different interpretations. നോക്കാം, അവൻ പറഞ്ഞു തന്നെ നോക്കാം. Like us now, caught in a carefully crafted plot line, a scheme I had no hand in. This village marks the beginning of my story with Jinzhou. The village marks the beginning of my story. ആ വില്ലേജിലൂടെയാണ് അവൻ്റെ ആ ഒരു സ്റ്റോറി തുടങ്ങണം. അതുപോലെ തന്നെ ജിൻസൂര് എന്നാണ് തോന്നണം, അങ്ങനെ പറഞ്ഞു വരുവാണ്. So that magistrate led you here to meet me. Such a clever move on her part. ഇവൻ പറഞ്ഞേക്കണ മജിസ്ട്രേറ്റുള്ള ജിൻസി, അവള് ടോക്കൺസ് എല്ലാം തന്നൊരു അന്വേഷണം പോലെ എന്നെ ഇങ്ങോട്ട് വിട്ടത് എപ്പനെ കാണാൻ വേണ്ടി ചെന്നാണ് ഇവൻ പറയണത്. സ്കാർ അങ്ങനെയാണ് പറയണത്, എനിക്ക് അറിഞ്ഞുകൂടെ സത്യം എന്നാണ്. എന്തായാലും നോക്കാം. അങ്ങോട്ട് പോവാം. Investigate. The tree branches are loaded with paper slips, each containing someone wish the word on. Most of the notes are soaked and no longer legible. ആ മരത്തിലാണെങ്കിൽ കുറേ പേപ്പർ സ്ലിപ്സ് കാണുന്നുണ്ട്. അതിലെന്തൊക്കെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ, അവിടെ താമസിക്കുന്ന വില്ലേജേഴ്സ് എഴുതി വെച്ചിരുന്ന അവരൊരു പ്രാർത്ഥന പോലെ അവിടെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അതൊന്ന് വായിച്ചു നോക്കാം. We will really work. If it does, I wish I could stand up again. എനിക്ക് വീണ്ടും എണീക്കാൻ പറ്റിയിരുന്നെങ്കിൽ. I want money. I want enough money to last lifetime. ഒരാൾ ചോദിച്ചിരിക്കണം എനിക്ക് ഒരുപാട് പണങ്ങൾ വേണമെന്നാണ്. ഒരാൾ ചോദിച്ചിരിക്കണം അവൻ്റെ കാല് ഭേദമായെന്നാണ്. ഒരാൾ എഴുതി വെച്ചേക്കണമെന്ന് വെച്ചാൽ ഒരാളുടെ അമ്മ മരിച്ചു, പക്ഷെ അവന് വേണ്ടി കുറച്ച് പൈസ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവന്നാണ് അവൻ എഴുതി വെച്ചേക്കണം. അപ്പോൾ ഇനിയും അവന് ഇനിയും ശക്തിശാലിയാവണം, അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ വിഷയം പൂർത്തീകരിക്കാതെ ആക്കരുത്, അവൻ എന്തുകൊണ്ടും നൽകാമെന്ന് പറഞ്ഞിരിക്കണം. ഇതാണ് ഞങ്ങൾക്കെല്ലാം വേണ്ടതെന്നാണ് അവർ ആ ഒരു പേപ്പർ സ്ട്രിപ്പിൽ കാണുന്നത്. ആ മഡിൻ്റെ അടുത്തായിട്ട് വേറൊരു ബുക്കിൽ നിന്ന്, ചിൽഡ്രൻസ് ബുക്കിൽ നിന്ന് ഒരു പേജ് കിടപ്പുണ്ട്. അത് വായിച്ചു നോക്കാം. One day, a shepherd visited the village. ഒരു ഷെപ്പേഡ് ഒരു ദിവസം ഈ വില്ലേജിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. The shepherd brought them promises of abundance and protection. The lambs, drawn in by his words, soon lived in comfort and security. ആ ഷെപ്പേഡ് അവർക്ക് പ്രൊട്ടക്ഷൻ ഉറപ്പ് നൽകി. No, quite the opposite. The shepherd's arrival is only the beginning. ഓക്കെ, ഷെപ്പേഡ് വന്ന് കഥയുടെ തുടക്കം മാത്രമാണ്. With a wave of his hand, the shepherd could grant their every wish. അവിടെ എല്ലാ ആഗ്രഹവും ആ ഷെപ്പേഡിന് നിറവേറ്റാൻ കഴിയും. His flock obeyed, bowing their heads, pleading for better food and shelter. അവർക്ക് വേണ്ട എല്ലാ ഭക്ഷണവും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ആ ഒരു ഷെപ്പേഡ് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. They no longer had to struggle for survival, as their once meager lives were replaced with endless luxury. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു ഷെപ്പേഡിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. The flock worshipped their shepherd-turned-God, praising him and holding him in the highest regard. ആ ആട്ടിൻപറ്റങ്ങൾ ആ ഒരു ഷെപ്പേഡിന് ഒരു ദൈവമായിട്ട് കാണാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങി. What's wrong? Does my story
story make you uncomfortable? Imagine you were one of those lambs, facing irresistible temptation and pressure from your peers. Wouldn't you bow down and beg for food from your master? ഞാനായിരുന്ന ആ ഒരു ആടെങ്കിൽ ആ ഒരു ആട്ടിൻപറ്റത്തിലുള്ള ഒരു ലാമ്പയ്ക്ക് ഞാനും ഇതേപോലെ ഷെപ്പേഡിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കില്ലായിരുന്നാണ് സ്കാറിൻ്റെ അടുത്ത് ചോദിച്ചേക്കണേ. Oh, so we agree already. You are right. But the world we live in falls short of our ideals. The shepherd still reigns, and the lambs have grown complacent. You are right, but the world is lives fall short of our ideals. The shepherd still reigns. ഷെപ്പേഡുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലാംസും നമുക്ക് ഇങ്ങനെയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ It's up മനസ്സിലായില്ല. to the two of us to make that ideal world a reality. കേട്ടാ സൗണ്ടൊക്കെ ഉണ്ടല്ലോ ലൈവിൽ. ഞാൻ ഒന്ന് നോക്കട്ടെ. So we agree already. The world we live in falls short. Yes. The shepherd still reigns, and the lambs are complacent. ഓക്കെ സൗണ്ട് ഉണ്ട്. I see my way clear. ആളിയാടാ പറഞ്ഞോ അറബി. അങ്ങോട്ട് പോയി നോക്കാം, അവിടെ വേറെന്തോ ഉണ്ട്. ഒരു പേജ്, ഒരു ചിൽഡ്രൻസ് ബുക്കിന് കീറിപ്പോയ ഒരു പേജ് അവിടെ കിടപ്പുണ്ട്. The lambs reveled in endless bonfire parties, celebrating their new god every night, except the one little black lamb. അവിടെ എല്ലാ ആടുകളും ആ ഒരു ഷെപ്പേഡിനെ ദൈവമായിട്ടുണ്ട് ആരാധിക്കാൻ തുടങ്ങി. അവർക്ക് ഒരുപാട് സന്തോഷമായി, അവരോട് സന്തോഷം ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു കറുത്ത ആട് മാത്രം ഇതൊന്നും വിശ്വസിച്ചില്ല. As each night passed, it was the only one to notice how its flock was dwindling away. ഒരു കറുത്ത ആട് മാത്രം ഇതിൽ എന്തൊക്കെ ദുരൂഹതകൾ കണ്ടിട്ടുണ്ടായിരുന്നു. Rover, do you think someone would give you what you want without taking anything from you? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചേക്കാണ്, ഒരാൾ നിനക്കൊരു സാധനം തരണം, നിൻ്റെ കയ്യിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, അപ്പോൾ നീ അയാളെ വിശ്വസിക്കും പൂർണ്ണമായിട്ട് എന്നാണോ ചോദിച്ചേക്കണേ. I once believed that too. Thought as long as I paid a high enough price, I could get my desired outcome. But true equality is scarce, always has been. പറയണ യഥാർത്ഥ ഇക്വാലിറ്റി എന്ന് പറയുന്ന പേടിയാണ്. ഇതാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത്. The world was never a fair place. Wouldn't you agree? No. To receive equal retribution, one must give more and more and more. When every wish comes with a hefty price, people weigh their options carefully. When they can make someone else bear the price, they all rush to make more wishes. They don't consider they too may one day pay for another's selfish desire. Funny, isn't it? എനിക്ക് HP കുറവാണ്, 100 HP ഉണ്ട്. യു ഫൈൻഡ് സം മാർക്കിങ്സ് ഓൺ ദ വാൾസ്. ആ വാൾസിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. As you lean is in closer to look. വാളിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും, വായിച്ചു നോക്കട്ടെ. വേർഡ്സ് ലൈക്ക് മോൺസ്റ്റർ, വിച്ച്,
ബാനിഷ് ഹെർ ആൾ ഹെർ ഫാൾട്ട്. ഇതൊക്കെയാണ് ഒരു മതിൽ എഴുതി ചെയ്യണം. വീണ്ടും ആ ചിൽഡ്രൻസ് ബുക്കിൽ ഒരു പേജ് അവിടെ ആയിട്ട് കിടപ്പുണ്ട്. Later, the shepherd openly blamed the black lamb for the flock's decline. തുടർന്ന് ആ ഒരു കഥയുടെ ബാക്കിയാണ്. ആ കറുത്ത ആടിനെ ആ വെള്ള ആടുകൾ എല്ലാവരും കൂടെ ചേർന്ന് മൈൻഡാക്കാൻ വിട്ട്. On the next day, the white lambs welcomed the rising sun as usual, but the black lamb was nowhere to be found. തൊട്ടടുത്ത ദിവസം എല്ലാ വെള്ള ആടുകളും സാധാ പോലെ ഒരു ദിവസം ആരംഭിച്ചു. പക്ഷേ കറുത്ത ആടിനെ അവിടെ ഒന്നും കാണാനില്ലായിരുന്നു. The shepherd introduced an unspoken rule to this village. One that our black lamb violated by telling the truth. ഷെപ്പേഡ് പറഞ്ഞത് ആ കറുത്ത ആട് സത്യം പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് അവൻ ആ ഒരു വില്ലേജിൽ റൂള് വയലേറ്റ് ചെയ്യുന്നതാണ്. Suddenly, the once doting god stopped fulfilling wishes because no more sacrifices were being made. After witnessing the black lamb's actions and hearing from their almighty shepherd, what do you suppose the white lambs did? After ആ കറുത്ത ആടിൻ്റെ ആ പറഞ്ഞതും ചെയ്തുപോയ കാര്യങ്ങൾക്ക് ശേഷം വെള്ള ആടുകൾ എന്ത് ചെയ്യുന്നു അങ്ങനെ എന്താണ് ചോദിച്ചേക്കണം. Those oblivious lambs. Little did they know the most fearsome demon was right under their noses. ഒരു ദൈവത്തെ കണ്ട ആ ഒരു ഷെപ്പേഡ് അവർക്ക് തന്നെ ഒരു വലിയ ഒരു ആപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. കറുത്ത ആടിന് മാത്രമേ മനസ്സിലായി. അങ്ങനെ എന്തിനാണ് കറക്റ്റ് എനിക്ക് കഥ മനസ്സിലാവില്ല. അങ്ങനെ എന്തൊക്കെയാണ് അവർ പറഞ്ഞേങ്ങനെ. Well done. You didn't let any details slip. Now, I wonder, what is your takeaway from this story? ആ കഥയിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കിയെന്നാണ് ചോദിച്ചേക്കണം. Answer me and I'll reveal the truth of what happened. അത് ഞാൻ പറഞ്ഞ ഇവിടെ എന്ത് നടന്നെന്ന് ഞാൻ പറയും. Who was the real culprit behind the diminishing number of lambs? ആരാണ് യഥാർത്ഥ കൾപ്രിറ്റ്? ആ ഒരു അത്രയും ലാംസിൻ്റെ ഇടയിൽ, അത്രയും ആടുകളുടെ ഇടയിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നാണ് ചോദിച്ചേക്കണം. അവന് ഈ 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഞാൻ തെറ്റായിട്ടുള്ളൊരു ഉത്തരം പറയാൻ പാടില്ല. ഷെപ്പേഡ് പറഞ്ഞേക്കണേന്ന് വെച്ചാൽ ഒത്തിരി ആളാ ശ്രദ്ധിച്ച് വായിക്കണമായിരുന്നു ചേട്ടാ. അത് ഷെപ്പേഡ് പറഞ്ഞേക്കണേന്ന് വെച്ചാൽ അവൻ ആദ്യം ഈ വെള്ള ആടുകളും ഈ ഒരു കറുത്ത ആടിൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് തിരിച്ചൊന്നും ആവശ്യപ്പെടാതെ. അതേപോലെ തന്നെ വെള്ള ആടുകൾ എന്ന് വെച്ചാൽ അവർക്ക് ഈ ഷെപ്പേഡിനെ ഒരു പുതിയ ദൈവമായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങി. അതേസമയം തന്നെ കറുത്ത ആട് പറയുന്ന ആ ഒരു കാര്യങ്ങളിൽ അവർ കേൾക്കാനും തുടങ്ങി. കറുത്ത ആടെന്ന് വെച്ചാൽ ഈ ഒരു ഷെപ്പേഡിനെ ദൈവമായിട്ട് കണ്ടില്ല. അവ ഇതിന് ചെറിയൊരു രീതിയിലുള്ളൊരു എതിർപ്പ് പോലെ പ്രകടിപ്പിച്ച് തൊട്ടടുത്ത ദിവസം ആ കറുത്ത ആടിനെ കാണാതായി. ഷെപ്പേഡ് പറഞ്ഞത് അവിടെ അവർ നടന്ന കാര്യം അവിടെ ആ ഒരു വില്ലേജിലെ റൂള് വയലേറ്റ് ചെയ്ത്, അതുകൊണ്ട് കറുത്ത ആട് അങ്ങനെ എന്തിനാ പറഞ്ഞു. അപ്പോൾ ആരാണ് ഇതിൽ കുറ്റവാളി എന്നാണ് ചോദിച്ചത്. ആ കറക്റ്റ് ആ ഒരു കഥ എനിക്ക് കിട്ടിയില്ല. ആ കറക്റ്റ് അത്രയും എനിക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് കറക്റ്റ് വായിച്ചെടുക്കാൻ പറ്റില്ല ഫുള്ള്. എനിക്ക് തോന്നുന്നു ഷെപ്പേഡാണ് യഥാർത്ഥത്തിൽ ഒരു കുറ്റവാളി എന്ന് എനിക്ക് തോന്നണം. പക്ഷേ ബ്ലാക്ക് ലാമ്പ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് അവൻ ഇതൊന്നും വിശ്വസിക്കാതെ പോയ ഒരാൾ, ഈ വെള്ള ആടുകളെന്ന് വെച്ചാൽ തങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ചെയ്തു തരാൻ ഒരാൾ വന്നപ്പം എല്ലാം അതിൽ നിന്ന് എന്താണ് അവർക്ക് നഷ്ടപ്പെടാൻ പോകണമെന്ന് പ്രതീക്ഷിക്കാതെ നിന്ന ഒരു ഷെപ്പേഡെന്ന് വെച്ചാൽ ഒരു ഉദ്ദേശമായിട്ട് വന്ന ആളുകൾ. അപ്പോൾ ഇവിടെ ഇരയാവണത് വെള്ള ആടുകളാണ്. ഉദ്ദേശമായിട്ട് വന്ന ആളാണ് ഷെപ്പേഡ്. അതെന്തുദ്ദേശമാണെന്ന് പറയത്തില്ല, പക്ഷെ ഒരു ഉദ്ദേശമായിട്ട് വന്ന ആളാണ് ഷെപ്പേഡ്. വെള്ള ആടുകളെന്ന് പറയുമ്പം ഇരയാക്കപ്പെട്ടവരാണ്. അവരൊന്നും വിചാരിക്കാതെ അതെല്ലാം വിശ്വസിച്ചവരാണ്. കറുത്ത ആട് ഇതിലെല്ലാം വിശ്വസിച്ചില്ല,
പൂർണ്ണമായിട്ട് ഇരയാവാൻ അവിടെ നിന്നില്ല. ഞാൻ വിചാരിക്കണം ഷെപ്പേഡെന്നാണ്, തെറ്റാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. Indeed, the direct culprit was the shepherd. കറക്റ്റ് ഉത്തരവാണ് ഞാൻ പറഞ്ഞ. ഇന്ത്യയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള കൾപ്രിറ്റ് ഷെപ്പേഡ് തന്നെയാണ്. പക്ഷേ ബാക്കി ഞാൻ പറയട്ടു. He held all the power, fulfilling wishes at a price. The lambs knew the risks, yet succumbed to temptation. Unfortunately, in the face of such temptation, they disregarded all the hidden risks, as disaster had yet to befall them. If they were given another chance, I believe they would still choose the same path. വീണ്ടും അതേപോലെ തന്നെ ഒരു ഷെപ്പേഡ് വന്നാൽ വീണ്ടും ആ വെള്ളാടുകൾ അതേ വഴി തന്നെ പിന്തുടരും. അവരെപ്പോഴും ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Inevitably, they accepted their fate and paid the price when their time came. അവരുടെ സമയം വന്നപ്പോൾ അവർ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങൾക്കും ഉള്ള ആ ഒരു പ്രൈസ് അവർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. Now, my second question. What price did the lambs pay for their wishes? അടുത്ത ചോദ്യം വെച്ചാൽ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെന്താണ് തിരിച്ച് നൽകിയത് എന്നാണ് അവൻ ചോദിച്ചേക്കണം. അടുത്ത ചോദ്യം സ്കാർഗനാണ് ചോദിച്ചേക്കണം. അവരുടെ ജീവിതം 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അവരുടെ ജീവിതം, എവരിത്തിങ് ദേ ഔണ്ട്, അവരുടെ കയ്യിലുള്ള എല്ലാം, അവരുടെ സത്യസന്ധത. എവരിത്തിങ് ദേ ഔണ്ടാണ്, അവരുടെ കയ്യിലുള്ള എല്ലാം. അവർ ജീവിതം അവർ കൊടുത്തിട്ട് ഒരിക്കലും ഒരിതിന് നിൽക്കില്ല. പക്ഷെ അവരുടെ കയ്യിലുള്ള ജീവിതം കൊടുത്ത് നിൽക്കാം, എവരിത്തിങ് എല്ലാം, അവരുടെ കയ്യിലുള്ള എല്ലാം എന്ന് ഞാൻ പറയും. രണ്ടാമത്തെ ബിയിൽ, ഓപ്ഷൻ ബിയിലാണ് ഞാൻ പോണത്. But that's why they wanted it in the first place. Why would they trade their wealth for a wish when they were risking their lives for it anyway? Here's my final question. What happened to the black lamb? അവൻ പറഞ്ഞെങ്ങനെയെന്ന് വെച്ചാലേ, അവരെല്ലാം കൊടുത്തിട്ട് നിൽക്കുവാണെങ്കിൽ, തുടക്കത്തിൽ അവരവരുടെ ജീവിതത്തിലുള്ള എല്ലാം കൊടുത്തിട്ട് നിൽക്കുവാണെങ്കിൽ അവരങ്ങനെ എന്തിനും നിൽക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റായിപ്പോയാൽ എന്തായാലും നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആ കറുത്ത ആടിന് എന്ത് പറ്റി എന്നാണ് അവൻ ചോദിച്ചേക്കണം. ഷെപ്പേഡ് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ആ കറുത്ത ആട് ഈ ഒരു വില്ലേജിലെ റൂള് തെറ്റിച്ച് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ കൊന്നെന്നാ അതിനെന്തെങ്കിലും ചെയ്യുന്ന അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. Don't rush, Rover. Take your time. What is the truth you've uncovered? എന്താണ് ഞാൻ മനസ്സിലാക്കി സത്യം എന്നാണ് ചോദിച്ചേക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് ഷെപ്പേഡ് അതിനെ കൊന്നെന്നാണ്. ഒരിക്കലുമല്ല. മൂന്നാമത്തെ അല്ല, ഒരിക്കലുമല്ല. കാരണം വെച്ചാൽ മൂന്നാമത്തെ എന്ന് വെച്ചാൽ എല്ലാ ആടുകളെയും പോലെ പഴയ ഒരു കറുത്ത ആട്, വെള്ള ആടുകളെ പോലെ എല്ലാം എന്ത് മൈര് എല്ലാ വെള്ള ആടുകളെ പോലെയും കറുത്ത ആടും അവരോട് ജീവിച്ചെന്നാണ്. അത് ഒരിക്കലും അല്ല. രണ്ടാമത്തെ വെച്ചാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്തെന്നാണ് രണ്ടാമത്തെ. ഇറ്റ് വാസ് മർഡേർഡ് ബൈ ഇറ്റ്സ് ഫ്ലോക്ക് ദ ഷെപ്പേഡ്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെയാണ്. The shepherd was granting wishes by sacrificing the lives of lambs. The flock never found out about it. They were deceived to believe the black lamb was the culprit. ഒരു വിശ്വസിക്കണം ആ കറുത്ത ആട് കൾപ്രിറ്റായതുകൊണ്ട് അതിൻ്റെ സമയം വന്നപ്പോൾ അതുകൊണ്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തെന്നാണ് ഇവൻ പറയണത്. അങ്ങനെയാണെന്നാണ് ഞാൻ ഒരു തരം തൊട്ടത്. എന്തായാലും നോക്കാം. ഏകദേശം ശരിയായെന്നാണ് സ്കാർ പറയണത്. Little lambs cowered and huddled in their village, terrified of the relentless wolf bands. Until a shepherd arrived, bearing the gift of wishes and providing shelter and sustenance. Slowly, the shepherd gained control over the flock, and the lambs live contented lives. But this is not the end of our story.
found a solitary black lamb in his flock and offered to grant any wish it desired. In exchange, he wanted one of its companions as a sacrifice. The black lamb refused, and it was shunned by its flock, left without shelter or sustenance. After the black lamb's exile, more lambs continued to vanish. The shepherd then blamed the black lamb for breaking the rules. He withheld his wish-granting power as punishment. From the very beginning, the lambs knew the risk of making wishes. They too could become sacrifices for those of others. But they always believed it wouldn't be them. Meanwhile, some lambs reasoned that since they had already risked being sacrificed for someone else's wish, it was then only fair to pass on that risk for a chance of fulfilling their own desires. So they continued to play the game. They all knew the consequences, but chose to remain silent. Fearful, yet greedy, they followed the shepherd's orders and made wishes again and again, until one day, the brave black lamb spoke up, shattering the flock's facade, their illusion of a peaceful and happy life. Black lamb got in their way, and the shepherd's greedy pursuit, sparking hatred in their hearts. Suddenly, they could no longer ignore the blood and ashes of past sacrifices littering the ground. How do you like my story, Rover? ഏട്ടാ ഇവൻ പറഞ്ഞു വെച്ചാലേ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇത് പറഞ്ഞില്ലേ. അപ്പോൾ ഇവൻ പറഞ്ഞ് ഞാൻ ഏകദേശം കറക്റ്റൊക്കെയാണ് പറഞ്ഞതെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ അവൻ എൻ്റെ ആ സത്യം പറഞ്ഞു, ആ ഒരു സ്റ്റോറി അവൻ പറഞ്ഞു എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അവൻ പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ ഈ ആടുകളുണ്ടല്ലോ, ഒരു കൂട്ടം ആടുകളുണ്ട്. ഒരു കൂട്ടം ആടുകളിൽ ഒരു കറുത്ത ആടും പിന്നെ ബാക്കി മൊത്തം വെള്ള ആടുകളുമാണ്. അപ്പോൾ അതിന് അവർക്ക് ആവശ്യത്തിന് ഫുഡോ അവർക്ക് താമസിക്കുന്ന സ്ഥലങ്ങളോ ഇല്ല. അപ്പോൾ അവർ എന്തിനാന്ന് വെച്ചാൽ ഈ വൂൾഫ്സൊക്കെ അവർ അറ്റാക്ക് ചെയ്യും, കൊല്ലും, തിന്നും, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം ഈ ഷെപ്പേഡ് വന്നിട്ട് അവർക്കൊരു ഓഫർ വെച്ചെന്നല്ല, അവർ ആവശ്യത്തിനുള്ള ഭക്ഷണം നൽകി, അവർക്ക് വേണ്ട എല്ലാം നൽകി. പക്ഷേ അവർക്ക് എന്തിനാ വിഷ് ഓരോരെണ്ണം കൊടുത്ത് എന്ന് വെച്ചാൽ ഒരാൾ സാക്രിഫൈസ് ചെയ്യണം, അതേപോലെ തന്നെ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ജീവിക്കാം, അങ്ങനത്തെ രീതിയിലുള്ള വെച്ച്. അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞില്ല, പോവുകയാണ് പറഞ്ഞു. ആദ്യം പറഞ്ഞത് ബ്ലാക്ക് ആടിൻ്റെ അടുത്താണ്. എന്ന് വെച്ചാൽ കറുത്ത ആടുണ്ടല്ലോ, ആ കറുത്ത ആടാണ് ആദ്യമേ എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള ആടുകളിലെ ഈ ആദ്യമേ ഇങ്ങനെ ഷെപ്പേഡൊന്നും അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സന്തോഷങ്ങളും, അതായത് ഭക്ഷണം, താമസിക്കാൻ സ്ഥലം എല്ലാം കൊടുത്തപ്പം എല്ലാ ആടുകളും മതി മറന്ന് ഈ ഒരു ഷെപ്പേഡിനെ ദൈവത്തിന് തുല്യമായിട്ട് കണ്ട്. പക്ഷേ ആ ഒരു കറുത്ത ആട് മാത്രം ഈ ഇങ്ങേരെ അത്രയ്ക്ക് കുറച്ച് സസ്പീഷ്യസ് ആയിട്ട് ഇങ്ങനെ കണ്ട്. അപ്പോൾ ഈ കറുത്ത ആട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കറുത്ത ആടിങ്ങനെ കുറച്ച് ഡൗട്ട് അടിക്കണം എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഷെപ്പേഡ് വന്ന് ആദ്യമേ ഇവൻ്റെ അടുത്ത് ഓഫർ വെച്ച്, അതായത് നിനക്ക് 2 ഓഫറുണ്ട്. ഒന്നെങ്കിൽ നിനക്ക് സന്തോഷത്തിനായിട്ട് നിനക്ക് ഒരാളെ സാക്രിഫൈസ് കൊടുക്കാം, ഒരാളെ കൊല്ലാം, ഒരാട് സാക്രിഫൈസായി മരിച്ചു. അതല്ലെങ്കിൽ നിനക്ക് പഴയ പോലെ തന്നെ ഈ കൂട്ടത്തിൽ തുടരാം, മനസ്സിലായില്ല. പക്ഷെ അതേസമയം നിനക്ക് ഈ വീണ്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ തരൂല, അങ്ങനെ എന്തിനാ പറഞ്ഞു. അപ്പം അവൻ കാരണം ആടുകൾ മരിക്കണം എന്ന് വിചാരിച്ച കറുത്ത ആട് ഒന്നും കൊല്ലണ്ടെന്ന് പറഞ്ഞു. അവൻ പഴയ പോലെ തന്നെ മിണ്ടാതെ ഈ ആടുകൾ കൂടെ നടന്നു. അവൻ പ്രതികരിക്കാൻ പറ്റാതായി. എന്നുവെച്ചാൽ പ്രതികരിക്കാൻ അവന് പറ്റുമല്ലോ ഇനി. അതേസമയം കറുത്ത ആട് പറയണമെന്ന് ബാക്കി ആടുകൾ കേട്ടോ ഇല്ല, അവർ സന്തോഷത്തിൽ മതി പറഞ്ഞ് നടക്കുകയാണ്. അതേസമയം ഈ കറുത്ത ആടിൻ്റെ അടുത്ത് ചോദിച്ച പോലെ പതിയെ സമയം വന്നപ്പോൾ ഈ വെള്ളാടുകൾ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ വെള്ളാടുകൾ അതേസമയം എന്ത് ചെയ്തു, വെള്ളാടുകൾ ഈ കറുത്ത ആട് വെച്ച പോലെ പറയാതെ അവരെ സന്തോഷം മാത്രം നോക്കി പല ആടുകളുടെയും കൊല്ലാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവർ സാക്രിഫൈസ് കൊടുത്തു. അതായത് ഇപ്പോൾ ഒരാടിന് സന്തോഷത്തിന് വേണ്ടി ഒരാട് മരിക്കാൻ തുടങ്ങി. അങ്ങനെ പോയി അവസാനമായപ്പം
ഈ ബ്ലാക്ക് കാർഡ് എല്ലാം ഈ കറുത്ത ആടുണ്ടല്ലോ അതിനെ അവന്മാരെല്ലാം കൂടെ ചേർന്ന് കൊന്നു അങ്ങനെ എന്താ. അപ്പോൾ ഇതൊരു ആർമി പോലെ ഒരു ക്രൂവൽ, അവരുടെ മെൻറ്റാലിറ്റി മൊത്തം മാറിപ്പോയി. ജീവിക്കണമെങ്കിൽ കൊല്ലണം എന്ന രീതിയിലുള്ളൊരു മെൻറ്റാലിറ്റി അവരങ്ങനെ ഒരു ഇതാണ്ടായി. എനിക്ക് കറക്റ്റ് കഥയൊന്നും അത്രയ്ക്ക് പിടികിട്ടില്ല, ഇംഗ്ലീഷായിരുന്നു, കുറച്ചൊക്കെ വായിച്ച് ഇങ്ങനെ ഏകദേശം ഈ ഒരു രീതിയിലായിരുന്നു കഥ. ഈ കഥയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ കഥ അവൻ പറഞ്ഞതിന് മുന്നേ അവൻ എൻ്റെ അടുത്ത് അന്വേഷിച്ച് അവന് തോന്നിയ കാര്യങ്ങളെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഷെപ്പേഡ് ആ കറുത്ത ആടിനെ കൊന്നുകൊണ്ടാണ്, പക്ഷേ ആ കൂട്ടം തന്നെയാണ് ആ കറുത്ത ആടിനെ കൊന്ന ആ ഒരു വെള്ളാടുള്ള കൂട്ടം അങ്ങനെ എന്തിനാണ്. എനിക്ക് ഏകദേശം അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ ഈ കഥ കണ്ടവരെ എങ്ങനെ മനസ്സിലായത്. ഇനി വേറെ വല്ലതും ആണോ എന്തോ, എന്തായാലും നോക്കാം. What really happened here? I suppose you already have it figured out? What really happened here? I was supposed to already figure it out. The black lamb who rebelled against the rules, and the white lambs who succumbed to their greed. കറുത്ത ആട് നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ച സമയത്ത്, അതായത് അവൻ്റേതായ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പം അതേസമയം വെള്ള ആടുകൾ എന്തിര് അവരവരുടെ സന്തോഷത്തിന് വേണ്ടി നിലനിന്ന് അങ്ങനെ എന്തിനാണ്. ഇംഗ്ലീഷാണ് ഈ കറക്റ്റ് സത്യം പറഞ്ഞാൽ വായിച്ച് കുറച്ച് മനസ്സിലാക്കാൻ പറ്റണില്ല. അറബി എന്തിനാ ചരിത്രം അളി ഇതിൻ്റെ സ്റ്റോറി തോന്നുന്നുണ്ട്. അളി നീ തുടക്കം തൊട്ട് കാണുന്നില്ല അളിയെ. ഏതാവരത്തെ എവിടെ നിന്നാണ് വന്ന് വീണ്, പിന്നെ അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അന്വേഷിക്കണം. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ആക്ടൻ ഡിസ്കോഡ് അങ്ങനെ കുറച്ചുണ്ടോ അളിയെ, പറയാൻ തുടങ്ങി ഒരുപാടുണ്ട്. നീ ലൈവൊക്കെ എടുത്ത് നോക്ക്. The innocent maiden sacrificed, and the villagers who turned on each other in a ruthless frenzy. ഒരു ഇന്നസെൻ്റ് ആയ ഒരു മെയ്ഡൻ, അതായത് നേരത്തെ ഒരു ആദ്യമായി കഥ പറഞ്ഞതിൻ്റെ 3 ഫോട്ടോ കാണിച്ചതായിരുന്നു. ഒരു പെൺകുട്ടി, പിന്നെ ഒരു കൂട്ടം ആളുകൾ, അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് അവൻ പറയണം. ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നടന്ന കാര്യങ്ങളൊക്കെ ആടിൻ്റെ ഒരു കഥ അവൻ പറഞ്ഞില്ലേ, അതാണ് ഈ വില്ലേജ് നടന്നത്. മനസ്സിലായില്ലേ. ആ കറുത്ത ആടെന്ന് വെച്ചാൽ ആ പെൺകുട്ടി അങ്ങനെ എന്തിനാണെന്നുള്ളത്, അതായത് ആ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന ആ പെൺകുട്ടി അങ്ങനെ എന്തിനാണോ പറഞ്ഞു വരണം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, കറക്റ്റ് മനസ്സിലാവില്ല. എന്തായാലും നോക്കാം. Is that why you became a shepherd yourself? അപ്പോൾ ഇവനാണ് യഥാർത്ഥ ആ ഷെപ്പേഡ്, ആ വില്ലേജിൽ ഷെപ്പേഡ് ആണോ എന്ന് ചോദിക്കണം അവൻ്റെ അടുത്ത്. അവനല്ലെന്നാണ് തോന്നുന്നത്. I was never the shepherd, never will be. You and I, we are the black lamb, the one who breaks the rules. സ്കാർ പറയണ ഞാൻ സ്കാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവനാണ് ആ ഒരു വില്ലേജിലെ ഷെപ്പേഡെന്ന് ചോദിച്ചാൽ, അപ്പോൾ അല്ല, അവൻ പറഞ്ഞ അവനും ഞാനുമാണ് ആ ഒരു വില്ലേജിലെ കറുത്ത ആടുകൾ. അതായത് നിയമങ്ങൾ തെറ്റിക്കണ ആ ഒരു കറുത്ത ആട് ഞാനും അവനുമാണെന്നാണ് അവൻ പറയണത്. Interesting, Rover. I'm liking you more and more. Interesting, bro. I'm liking you more and more. Well then, let's see if this black lamb is going to end up like you say. നമുക്ക് അവൻ പറഞ്ഞു വരുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഷെപ്പേഡ് ആരാണ്, അവിടുത്തെ ആ വില്ലേജേഴ്സ് ആരാണ്, അവിടെ ആരെയാണ് സാക്രിഫൈസ് ചെയ്ത് ഒന്നും മനസ്സിലാവില്ല. ഓ ഇതെന്തോന്നു, അവനും ഞാനുമാണ് കറുത്ത ആടെന്നാണ് അവൻ പറയണത്. പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവണില്ല. ആ സ്റ്റോറിയിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ എനിക്ക് തന്നെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ എന്തെങ്കിലും കാണും. വേറെ എവിടെ എത്തിയേട്ടാ, സ്കാറിനെ വേറെ അങ്ങോട്ടാ കൊണ്ടുപോയി. ശരിയായ വഴി ഞാൻ തിരഞ്ഞെടുക്കണം. ശരിയായ വഴിയല്ല ഞാൻ പോകണമെങ്കിൽ എല്ലാം തെറ്റും. ഓത്ത് വീണ്ടാക്കുന്ന ഇവിടെ പോണം. ഓ പിന്നെ ചാടി
ഓക്കെ അങ്ങോട്ട് എത്തി. എത്തിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. Shake and shiver, blink an eye. A flock of lambs comes passing by. ഇതിനെ കടിക്കണം. Leaves are white, black, red. Who's the sweetest one ahead? Watch out, my dear. Your pioneers are lying at your feet. Don't look back. Join them on this right path, and I've got a scorchingly delightful welcome for you up ahead. എടാ എനിക്ക് തോന്നുവെച്ചാലേ ആ ഷെപ്പേഡ് വന്നിട്ട് ആ വില്ലേജിലുള്ള എനിക്ക് തോന്നുന്നത് ഈ ശ്യാമൻ പറഞ്ഞ കറുത്ത ആടിൻ്റെ വെള്ള ആടിൻ്റെ വെച്ചാൽ ഇവിടെ ഉള്ള വില്ലേജിലുള്ള ആൾക്കാരുടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനും ഇവനുമാണ് കറുത്ത ആടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഈ ബാക്കിയുള്ള വെള്ള ആടുകളെയൊക്കെ ഒരു സൈന്യം പോലെ ആക്കി ഷെപ്പേഡ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷെപ്പേഡാണ് അർത്ഥമില്ല. അപ്പോൾ ഈ ടാക്സ് ആൻഡ് ഡിസ്കോഡാണ് ഷെപ്പേഡ്, ഒന്നും മനസ്സിലാവില്ല. അങ്ങോട്ട് പോയി നോക്കാം. Don't rush. One slip and you'll shatter to pieces. ഓ അങ്ങ് എത്തുമെന്തോ. പക്ഷേ വീണു ഒന്നുകൂടെ പോയി നോക്കാം. അങ്ങ് എത്തിയേ ഒരു തടിയെ മുണ്ടച്ചിക്കണം. അവൻ്റെ തന്തര കുണ്ണഞ്ഞ കിട്ടും. Such brutality. Can't you see? We are kindred spirits after all. അങ്ങോട്ട് പോയി നോക്കാം. അതൊരു ഡൈമെൻഷനാണെന്ന് തോന്നുന്നു. Don't be so quick to deny it. Now that I have you here standing before me. അങ്ങോട്ട് പോയി നോക്കാം. Tell me, do you want to be the rule-setting shepherd or the rule-breaking black lamb? ഓ സ്കാറിൻ്റെ അടുത്ത് ചോദിച്ചേക്കണെന്ന് വെച്ചാൽ അവനൊരു ഫൈറ്റ് ചെയ്യണം. സ്കാറിൻ്റെ അടുത്ത് ചോദിച്ചേക്കണെന്ന് വെച്ചാൽ ആ കറുത്ത ആടാവണോ അതാ ആ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യണ കറുത്ത ആടാവണോ അതാ ആ ഷെപ്പേഡ് ആവണമെന്നാണ് ചോദിച്ചേക്കണം. ആ വില്ലേജ് ഭരിക്കണ ഷെപ്പേഡ് ആവണോ അതാ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യണ കറുത്ത ആടാവണോ എന്ന് ചോദിക്കണം. അവന് ഭയങ്കര പറഞ്ഞു അടിക്കാൻ പറ്റില്ല, ഓട്ടം. Once he is gone for good, the black lamb can reclaim the trust of its herd. And eventually, there will be none left to be victims or oppressors. അവന് ഭയങ്കര പവർ. ഓ പവർ കയറി. ഇവനെ ഒടുക്കത്തെ പവറിലാണ് ഞാൻ യാങ്ങ എന്നെ വിളിക്കുന്നു. ഓ യാങ്ങ എവിടെ നിന്ന് വിളിക്കണം എന്നെ? ആ വന്ന് റോവർ. എടാ യാങ് എടാ എന്തൊരു സംഭവിച്ചാൽ പെട്ടെന്ന് എടാ അവനുമായിട്ട് അടിച്ചുകൊണ്ടിരുന്നേ. അവൻ എന്നെ വേറൊരു വേൾഡിലോട്ട് കൊണ്ടുപോയി. അവൻ്റെ ആ ഒരു മെയിനായിട്ട് ഇടത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അവനുമായിട്ട് അടിച്ച് അവനെ വീഴ്ത്താറായപ്പോൾ പെട്ടെന്ന് യാങ്ങിങ്ങനെ ശബ്ദം കേട്ട്. ഇപ്പോൾ കണ്ണോർന്ന് നോക്കിയപ്പോഴാണ് റോവറിന്ന് വിളിച്ചുകൊണ്ട് യാങ്ങ ഫ്രണ്ട് ഇരിക്കുകയാണ്. ഒന്നും മനസ്സിലാവില്ലല്ലേ. അപ്പോൾ യാങ്ങയുടെ അടുത്ത് എന്തായാലും സംസാരിക്കാം. അവൾക്ക് എന്തെങ്കിലും പറ്റിയാന്നോ എന്നാലും ചോദിച്ചു നോക്കാം. I shattered Scar's illusion. That should have injured him. Oh, should I thank you for showing me mercy? ഓ അടിക്കാൻ പറഞ്ഞു വീണ്ടും. അവനെന്ന് വെച്ചാലേ അവൻ ആ ഒരു ഇല്യൂഷനിൽ എന്നെ കയറ്റി. എന്ന് വെച്ചാൽ അവനെ അടിച്ച് വീഴ്ത്താറായപ്പോൾ പെട്ടെന്ന് അവൻ്റെ ആ ഇല്യൂഷൻ ബ്രേക്ക് ചെയ്ത് വന്ന്. എന്തായാലും നോക്കാം. Stay away from him. പറ്റാക്കിയെന്ന് നോക്കണം കുണ്ണ. ഓ അവൻ്റെ സഹോദരിയാണെന്നോ കേട്ടാ, ഏതൊരു പെണ്ണ്. Didn't you promise to leave me some alone time with Rover?
With one condition. I do hope you haven't let that slip from your mind. അവൻ പറയണതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് അവൻ്റെ സഹോദരിയാണോ കേട്ടോ ഇത് അവൻ്റെ. Don't let your improvisation trouble others. Look at you, rushing in to protect your precious, perfect movement. നോക്കാം അവൻ എന്തിനാ പറഞ്ഞു വരണുണ്ട് നോക്കാം. No worry. I know all the do's and don'ts. I don't need you to tell me what to do. സ്കാർ പറഞ്ഞേക്കണം അവൻ എന്ത് ചെയ്യണമെന്ന് നീ പറയണ്ട. അവൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവൻ അറിയുന്ന രീതിയിലാണ് അവളുടെ അടുത്തൊന്നും പറയണ്ട. അവൾ അവൻ്റെ അടുത്തൊന്നും പറഞ്ഞ് അവൻ അനുസരിപ്പിക്കാൻ പറഞ്ഞ രീതിയിലാണ് സ്കാർപ്പ് സംസാരിക്കണം. എന്തായാലും നോക്കാം. അവൻ്റെ സഹോദരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അറിഞ്ഞുകൂടാ. Rover, it seems our happy little date must come to an end. എന്തായാലും നോക്കാം But പറഞ്ഞു. don't forget my sincere reminders. അവൻ പറഞ്ഞാലും മറന്നു പോലെയാണ് അവൻ പറഞ്ഞേക്കണം. Let me know what you choose. An unexpected gift, an honest and open exchange, or a highly risky gamble. അവൻ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കണം കുറച്ചധികം നേരമായിട്ട്. The choice is yours. I know how smart you are. Won't make a hasty decision. ഞാൻ തെറ്റായ ഡിസിഷൻസ് എടുക്കുമെന്ന് അവൻ അറിയുന്ന രീതിയിലാണ് അവൻ പറയണം. എനിക്കെന്നെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം. We'll meet again in the not too distant future. വീണ്ടും കാണാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ടുണ്ട്. Should we go after them? അവർ പോയപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ അവരെ പിന്നാലെ പോകണമെന്നാണ് ചോദിച്ചേക്കണം. അവൾക്ക് വല്ലതും പറ്റിയെന്ന് ചോദിക്കാം. No. Don't worry. I'm okay. അവൾ ഓക്കെയാണ്. ഞാൻ ഓക്കെയാണ്. Scar's resonance abilities appear to involve teleportation and the manipulation of space. He trapped me in confinement, and I could only sense that it wasn't far from here. അവളോ പെട്ടെന്ന് മറ്റേ മനസ്സിലായില്ല. അവൻ്റെ ഒരു പവർ വെച്ച് അവളെ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറ്റി കളഞ്ഞു. പക്ഷേ അവർ ഇല്യൂഷൻ പോലെയൊക്കെ വെച്ച് അവളെ പെട്ടെന്ന് മാറ്റി കളഞ്ഞു. പക്ഷേ അവൻ്റെ ആ ഒരു ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് അവളിങ്ങ് എത്തി. It took me some time to break that barrier. Sorry, Rover. എടാ ഓത്താൻ തോടാ എന്തൊരവസ്ഥയാണ്. ഞാൻ ഒരൊറ്റ എടാ ഞാൻ അവിടെ വൈഫ് ഇത് ലൈവ് എൻ്റെ അവിടെ ലൈവ് എൻ്റെ ആയാന്ന് നോക്കട്ടെ. ഓത്തെന്നാണ് എനിക്ക് തോന്നണം. വൈഫൈയുടെ കണക്ഷൻ പെട്ടെന്ന് പോയടാ. ശേ ഈ കുണ്ണാണ് നിൻ്റെയൊക്കെ തന്തയ്ക്ക് ആവശ്യത്തിന് നെറ്റ് നീ കൊടുക്കും. എൻ്റെ എനിക്ക് തരൂല്ലേടാ. ഇക്കടാ ഇതൊന്ന് നെറ്റിൻ്റെ കാര്യം നോക്കിയിട്ട് അതിൻ്റെ ബാക്കി കൊടുക്കാമേ. ബാക്കി കൊടുക്കാം. ലൈവ് എൻ്റെ ആയില്ലല്ലേ. നോക്കട്ടെ ഒറ്റ സെക്കൻഡ് ജസ്റ്റ് നോക്കട്ടെ. ചേട്ടൻ നോക്കട്ടെ. മറ്റേ ഫോണിൽ ലൈവ് ഒന്ന് എടുത്തോട്ടു. എടാ വലിയ സീൻ ഇല്ലെന്ന് തോന്നണം. ഓക്കെ വലിയ സീൻ ഇല്ലെന്നോ ലൈവ് എൻ്റെ ആയില്ല. എടാ ഇവന്മാരെന്നെ മനഃപൂർവ്വം നെറ്റ് പിടിക്കണം. അവന്മാർ ഒരു ഇടി നിൻ്റെ അന്നേരം വണ്ടി വന്ന് ഇടിക്കും. എന്തോന്നാണ് ഇവന്മാർ കാണിക്കണം. യു ആർ സേഫ് നോ ആൻഡ് ദാറ്റ്സ് ആൾ ഐ കെയർ. സത്യസന്ധമായി തന്നെ പറയുവാണ്. ഈ കുണ്ണ ഇപ്പോഴും പോയില്ല അവിടെ നിന്ന്. ബ്രദർ എന്നാ കുണ്ണ പോവായി. അവൻ ബ്രദർ എന്ന് പറഞ്ഞ് പിന്നാലെ വരുവാണ്. അവൻ ഒരു ഇടി കൊടുക്കുക. അവൻ വണ്ടി കാണാനില്ല. ഒരു ഇടി കൊടുക്കായിരുന്നു. യാങ്ങനെ ചോദിച്ചാൽ വയ്യാറ് കേട്ടിട്ടാണ്. I've never seen any tacit discord display such vivid emotions. The brother it mentioned. Could it be? ഇതിനി വല്ല മനുഷ്യനങ്ങനെ വേണ
സ്കാറാണ് ഇനി ഇത്. Yes, that is a possibility. Since Scar had been here before. Let's talk about it later. Rover, can you fill me in on what happened? എന്ത് നടന്നതെന്നാണ് അവൾ ചോദിക്കണം. കാര്യമായിട്ടുള്ള കാര്യം സത്യമായിട്ടൊന്ന് പറയാം. യു ടെൽ യാങ് അബൌട്ട് ജസ്റ്റ് ഹാപ്പൻ. It seems all the tragedies in TG Village were linked to that ritual. നടന്ന കാര്യങ്ങൾ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. Making up stories based on real life to support his twisted beliefs. That does sound like something he might do. അവൻ പറഞ്ഞു എനിക്ക് അത്ര വിശ്വാസമായിട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞതൊക്കെ കുറച്ചധികം എന്തിനു പറയാം, വിശ്വാസം തോന്നിപ്പോണ്ട രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. പറയത്തില്ല, ചിലപ്പോൾ പറഞ്ഞാലും സത്യം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവന് വിശ്വസിക്കാൻ തോന്നല്ലേ. We cannot take his words for must locate where the ritual took place and see. ആ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കാൻ നമ്മൾ പറഞ്ഞേക്കണം. ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. What's the matter? പെട്ടെന്ന് എന്തിനാ ഇതുപോലെ തോന്നി. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് പറ്റിയെന്ന്. അപ്പം വെയിറ്റ് ആക്കി ഞാൻ മറ്റേ ഫോൺ ലൈവ് കാണാൻ പറ്റില്ല. എന്ത് ഓത്ത സംഭവം ഇത്. ഓത്ത നെറ്റ് കിട്ടാനില്ല. മറ്റേ ഫോണിൽ ഇതുകൂടെ വൈഫൈ കണക്റ്റ് ആക്കി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിൽ നെറ്റ് പോകണം. നോക്കട്ടെ, ഒരു സെക്കൻഡ് നോക്കട്ടെടാ. ഷിബിൽ ഹലോ ഹലോ. ഓക്കെ, നെറ്റ് പോവായിരുന്നാൽ മതിയായിരുന്നു. നോക്കാം, നത്തിങ് കൊടുക്കാം. Two distinct frequencies of tacit discords. I see. I can feel it in the streams. Over there. Follow me. ഞാൻ പറഞ്ഞാൽ അവിടെ ടാക്ടിക് ഡിസ്കോണിൻ്റെ 2 ഫ്രീക്വൻസി അവർക്ക് കേൾക്കാൻ പറ്റിയെന്നാണ്. അപ്പോൾ അവളെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സൗത്തിലോട്ടാണ് നമ്മൾ പോണത്. ആ ഷാവുൻ എന്നാ സിറ്റി ഹാളിൽ കണ്ട. They are unharmed. Please rest assured. As you anticipated, Scar did not try to kill them. Yes, I stayed out of it like you asked. ഷനു ആരോടാ ഫോണിൽ സംസാരിക്കണം. അവൾ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ അവർ അൺആർംഡ് ആണ്, പക്ഷേ അവർക്ക് സ്കാർ അവരെ കില്ല് ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ട്. ആരോ ഒരാൾ പറഞ്ഞ പോലെ അവൾ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ജിൻസി ആയിരിക്കും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകണം. ജിൻസി പറഞ്ഞ മാത്രമല്ല അനുസരിക്കുന്ന ഒരാളാണ്. സിറ്റി ഹാളിൽ പോയപ്പോൾ കണ്ടതാണ്. Is everything all right on your end? Please be sure to stay safe, my lady. എനിക്ക് തോന്നുന്നത് ജിൻസിയുടെ അടുത്ത് അവൾ സംസാരിക്കണം. മാഡം മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഷനുക ഇവിടെ വരണം. എന്നെ നിരീക്ഷിക്കാനായിരിക്കും, എൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വരണം. Rover, do you still have the plaque we found earlier? The one broken in half? നേരത്തെ കണ്ടുപിടിച്ച ആ പ്ലേക്ക് ഉണ്ടാകാൻ നോക്കുന്നത് കയ്യിൽ. I just felt a similar vibration from that direction. അതിൽ നിന്ന് കിട്ടിയ വൈബ്രേഷൻ അവൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അവൾക്ക് ആ പ്ലേക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഒരു വൈബ്രേഷൻ ഉണ്ട്. അത് അവൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലേക്കിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ HP ഹീൽ ചെയ്യാൻ വല്ല വഴിയുണ്ടായിരുന്നു. ഓത്തപ്പാറി അങ്ങോട്ട് കയറാനും പറ്റുന്നില്ല. അങ്ങോട്ട് കയറി വെക്കാം. മലയുടെ മുകളിലാണ് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കയറി വെക്കാം. ഒരു സെക്കൻഡ്, എനിക്ക് നെറ്റ് കുന്നാളെൻ്റെ നെറ്റ് പിടുത്തോന്ന് വച്ച. നെറ്റ് അങ്ങ് പിടിച്ചങ്ങ് എടുക്കണം. എൻ്റെ മക്കളെ, എൻ്റെ വണ്ടി കുന്നാളെ നെറ്റ് പിടിക്കാൻ വരികയാണ്. Device performance is overloaded to avoid serious overheating, lagging. Please adjust the graphics settings.
പെർഫോമൻസ് ഇട്ട ഇതൊന്ന് ഇട്ട് നോക്കട്ടെ. It's the missing half. We can piece them together now. എന്ന് പറഞ്ഞാൽ കിട്ടിയണം. ഉടൻ ബ്ലാക്ക് കിട്ടി. ഒരു സെക്കൻഡ്, ഈ ഗ്രാഫിക്സ് കളിക്കാനൊന്നും പറ്റൂല. ഓത്ത ഗ്രാഫിക്സ് സെറ്റാകട്ടെ. എത്തി ഓവർലോഡ് ആയാലും സീനില്ല. ഗ്രാഫിക്സ് ഞാൻ സെറ്റ് ആയിക്കോളാം. താഴോട്ട് പോകണം. താഴെ എന്തിനാണ് കേട്ടോ. I can't believe it. There is such a big opening down here. Odd. അതിവിടെ എന്തൊരു താഴെ ഒരു അണ്ടർ These should have been ആ soaked ഒരു in കുഴി. ഇവിടെ water, എന്തൊരു സംഭവം. but everything is dry here. Even the vegetation is thriving. Did Scar do this? Given his powers, it doesn't seem too hard for him. കാറാണോ ചെയ്തതൊന്നും അറിയാൻ പറ്റില്ല കേട്ടാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയി നോക്കാം. അല്ല അങ്ങോട്ടല്ല വഴി. ഇങ്ങോട്ടാണ് പോകണ്ടത്. അങ്ങോട്ട് താഴെ വണ്ടി ഒന്ന് കയറി നോക്കാൻ എത്തി. ഇവിടെ എന്തോ സംഭവം അങ്ങോട്ട് പോയി നോക്കട ചേട്ട്. That tree. It's stunning. It's almost eerily ആ ട്രീ സ്റ്റണ്ണിങ് എന്നാണ് പറയാ. അങ്ങനെ പറയണ Save us. സ്ട്രേഞ്ച് ടാക്സ് ആൻഡ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കേൾക്കണ സേവ് അസ് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കണം. എന്താണ് സംഭവം ഒന്നും മനസ്സിലാവില്ല. Are you trying to tell us about something hidden here? ഇത് നമ്മളടുത്ത് എന്തെങ്കിലും പറയാൻ ശ്രമിക്കണമെന്നാണ് നമ്മൾ ചോദിക്കണേ. അതിൻ്റെ പിന്നാലെ പോവാടാ. അത് നമുക്ക് എന്തോ ഒരു മനസ്സിലായി. അങ്ങോട്ട് കൊണ്ടുപോകണം. എന്താ പറയാൻ ശ്രമിക്കണം നമ്മളടുത്ത്. Where did it go? അതെവിടെ പോയി? Oh, is that a ഇൻവെസ്റ്റിഗേറ്റർ. diary? ടാറ്റേഡ് ഡയറി ജൂൺ 19. എടാ ഇതിൽ ഈ ഡയറി പറഞ്ഞ ഒരാൾ ഇവരുടെ വില്ലേജ് വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ്, പെൺകുട്ടിയുടെ അടുത്താണെന്ന് തോന്നുന്നു, ഒരാളുടെ അടുത്ത് പറഞ്ഞ് എന്നെ സഹോദരൻ എന്ന് വിളിക്കണം. അപ്പോൾ അവൾ റിഫ്യൂസ് ചെയ്തു. അത് അവൾ പറ്റൂലെന്നുണ്ടെങ്കിൽ എന്തിനാ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എന്നാലും അങ്ങേര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ ആ ഒരു വില്ലേജിൽ നിന്ന് മാറി വേറൊരു വില്ലേജിൽ നിന്ന് വന്ന ഒരാളെ പോലെയാണ് തോന്നിയത്. ആ വില്ലേജിലുള്ള ആളെ പോലെയല്ല തോന്നിയത്. ഒരാൾ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ഫെയറി ടൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന. അയാൾ എൻ്റെ അടുത്തൊരു പേടിപ്പിക്കുന്ന ഒരു ഫെയറി ടൈൽ പറഞ്ഞ്. എന്നിട്ട് അവസാനം അയാൾ ചോദിച്ച്, ആ ഫെയറി ടൈലിൻ്റെ എൻഡിങ് ഒരുമാതിരി ഭയങ്കര പേടിപ്പിക്കണമായിരുന്നു. അതിൻ്റെ അവസാനം അയാൾ ചോദിച്ച്, ഈ നീയായിരുന്ന ആ കറുത്ത ആടങ്ങി എന്ത് ചെയ്യുമായിരുന്നെന്ന്. എടാ ഇത് മറ്റല്ല, അവനല്ലേ സ്കാറ്. അവൻ എൻ്റെ അടുത്ത് ഇതാണ് ചോദിച്ചത്. ഞാൻ കറുത്ത ആടെന്ന് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെയല്ല ചോദിച്ചത്. അവൻ പറഞ്ഞു ഞാനും അവനും കറുത്ത ആടുകളാണെന്നുള്ള അവൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഉത്തരം പറഞ്ഞ മുന്നേ അവൻ അവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത്. സ്കാറാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, അവർ സ്കാറിനെ പറ്റി വീട്ടിൽ പറഞ്ഞപ്പം ആ പെണ്ണാണെന്നോ പെണ്ണിൻ്റെ അടുത്താണെന്നോന്ന് പറഞ്ഞു. ആ പെണ്ണ് വീട്ടിൽ പറഞ്ഞപ്പം
അങ്ങനെയാണ് നമ്മുടെ വില്ലേജ് വന്നായിട്ട് ഒരു രേഖയില്ലാതെ വന്നിട്ടില്ല എന്ന രീതിയിലാണ് നിൽക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും ഐഡിയ ഇല്ലെന്നാണ് പറയണം. എന്തായാലും നോക്കാം ചാറ്റ്. ഇപ്പോൾ ജൂലൈ 20 അടുത്ത ദിവസത്തെ ഡയറി വരുവാണ്. ഫാദർ അവളുടെ അച്ഛൻ പറഞ്ഞു വെച്ചാൽ അവൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഫ്രീക്വൻസി മറ്റേ ടാക്സി ഡിസ്കോഡിൻ്റെയും ഹ്യൂമൻസിൻ്റെയും എന്നാണ് പറഞ്ഞേക്കണം. Can to return to what you were before. I know you can still hear me. Father promised me he surely find a way to help. എടാ അടുത്ത ജൂലൈ അടുത്ത ദിവസത്തേല കേട്ടോ. ഈ ജൂൺ 19, ഈ ജൂലൈ 20. ഓക്കെ, ഒരു മന്ത് വ്യത്യാസത്തിലുള്ള ഡയറി ആണ്. ഓക്കെ, അടുത്ത ഡിസംബർ. ഇത് ഒരുപാട് നാൾക്ക് ശേഷമാണ്. 3 മാസം, ഇത് 3 മാസം ശേഷമുള്ളതാണ്. But anyone find out what the truth that Sissy, who went missing, actually died trying to protect me, and then I turned her into horrifying Taxon Discord. They will see me as a monster, but I will banished, and no one will ever understand. But will the dead really come back through frequency manipulation? And if so, what would happen to their shattered souls trapped inside their new bodies? I really don't know. ഇത് ആ ഒരു ടാക്സൺ ഡിസ്കൗണ്ടിലെ ചെറിയൊരു സാധനം അവിടെ ഇപ്പം നമ്മൾ വഴി കാണിച്ചാൽ അതിൻ്റെ അകത്തോട്ട് ഇവിടെ കയറിപ്പോയി അങ്ങനെ എന്താണെന്ന് തോന്നി. കറക്റ്റ് ഇത് ഇംഗ്ലീഷ് ഈ കുണ്ണാൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വായിച്ചിട്ട് മനസ്സിലാവണ്ടേ. The people in the village are disappearing, and those Taxon Discord's father has brought back. I can shake the feelings that something very wrong, but I am trapped like a month to flame, unable to escape this dark path. I don't know what my father did. It must have been something terrible, for the tension and unease here. I am not allowed outside anymore, and when I asked why, he just brushed it off. No date. The villages are surrounded. എടാ ഈ ഡയറിയിൽ ഏതൊരു മറ്റേ ടാക്സ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ടാക്സിങ് ഡിസ്കൗണ്ട് ഉണ്ടല്ലേ നമ്മളെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു കഥയാണ് പറഞ്ഞത്. ആ ഒരു ഡയറി ചെന്നാൻ ഒരു സംഭവങ്ങളാണ് അതിൻ്റെ പറ്റുള്ള കാര്യങ്ങളാണ് ആ ഒരു ഡയറിയിൽ അത് പറഞ്ഞത്. യാങ്ങിൻ്റെ അടുത്ത് എന്തിനാ പറയാൻ പറ്റും, അങ്ങനെ ചെയ്ത് നോക്കാം. ആ പെൺകുട്ടിക്ക് അവളുടെ ആ വില്ലേജ് രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവളെ സാക്രിഫൈസ് ഒന്നും ഫലിച്ചില്ല, ഒന്നും ഒരു ഉപയോഗം ഉണ്ടായില്ല. നമ്മൾ കണ്ട ആ ടാക്സിൻ ഡിസ്കൗണ്ടില്ല, അത് അവളുടെ അവസാനത്തെ ആഗ്രഹങ്ങളിലൊന്നാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണെന്നാണ് ഞങ്ങൾ പറയണ. തിരിച്ചു പോകാമെന്നാണ് അവൾ ചോദിച്ചേക്കണം. തീർച്ചയായും തിരിച്ചോ. ഞാൻ പറയണ വെച്ചാൽ അവിടെ താഴെ അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല, ഒടുക്കത്തെ തണുപ്പായിരുന്നാണ് പറയണത്.
The villagers were a complex mix of emotions: hope, resentment, and despair. And as I read the diary, I could feel the intense sorrow and longing of its owner. What was the diary's owner longing for? Was it ആ the ഡയറിയിലെ peaceful ഓർഡർ life ആരാണെന്ന് she സത്യം പറഞ്ഞാൽ once എനിക്കൊന്ന് had? അത് നോക്കണം. Or did she miss her only family? The person who pushed her towards such a tragic end? ആ പെൺകുട്ടി ആ ഒരു ഡയറി എഴുതിയ പെൺകുട്ടിക്ക് നടന്നിട്ടുള്ള ആ ഒരു ഇത് ട്രാജിക് ആയിട്ടുള്ള അവളുടെ ആ ഒരു എൻഡ് അവളുടെ ലൈഫിൽ. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടെ അവളെ പറ്റി ആ ഒരു പെൺകുട്ടിയെ ഇപ്പോൾ എവിടെയെന്ന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാറുണ്ട്. ചാറ്റ് അടുത്ത കുഴപ്പമില്ല. മൈ അപ്പോളജീസ്, ഐ ഗോട്ട് ലോസ്റ്റ് ഇൻ തോട്ട്സ് അഗൈൻ. ഐ അണ്ടർസ്റ്റാൻഡ്. I wish I could say such tragedies won't happen again. But I still lack the confidence to make that claim. It was tragedies like this that made me want to become an outrider. To become someone with the strength to stop them from ever happening again. യാങ് നേരത്തെ കുറച്ച് കൂടുതൽ ചിന്തിച്ച് മറ്റേ കാര്യങ്ങളെ പറ്റി, ആ ഡയറി കാര്യങ്ങളെ പറ്റി അവൾ അധികമായിട്ട് ചിന്തിച്ചു. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവളിപ്പോൾ പറഞ്ഞത്. I cannot stop the lament, but at least I should do everything in my power to help those affected by it. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഫക്റ്റഡായ പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യാൻ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവൾ ചെയ്യും എന്നാണ് യാങ് പറഞ്ഞേക്കണം. ഐ വിത്ത് യു. Really? Thank you, Rover. Dwelling on it won't do us any good. Let's go. I'll compile a report on what happened here and send it in along with the clues we've gathered. നമ്മളിവിടെ ഈ അന്വേഷണം പിടിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ റിപ്പോർട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണം. Yes. Let's go back. ഒരുമിച്ച് പോകാമെന്നാണ് പറഞ്ഞേക്കണം. ഓമിനസ് സ്റ്റാറ. ഓക്കെ, എന്തായാലും സമയം കിട്ടുന്നുണ്ട്. ടീച്ചർ എന്തായാലും കിട്ടിക്കാൻ നോക്കട്ടെ. ട്രാക്ക് ഇവിടുന്ന് പോടാ. ഡിഫൻസിൻ്റെ എക്സൈലിൽ നടക്കണം. അങ്ങോട്ട് എന്തായാലും പോയി നോക്കാം. ചിക്സിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ചിക്സിയെ ജസ്റ്റ് കാൾ മീ, ഐ വണ്ടർ വാട്ട് ഹാപ്പനിങ്. അവൾ കേൾക്കണം എന്ത് പറ്റിയെന്നാണ്. Huh? Is that your first reaction? Come on. Anyway, you know we could really use your help with this ongoing case. വി കുഡ് റിയലി യൂസ് യുവർ ഹെൽപ്പ് വിത്ത് ഓൺ ഗോയിങ്സ്. അവിടെ ആ ചിക്സി പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ അവൾക്ക് എന്തിനാണ് ഇപ്പോൾ ഒരു കേസ് അവളിപ്പോൾ അന്വേഷിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞില്ലേ എൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് അവൾ പറഞ്ഞേക്കണം. എന്തായാലും പോയി നോക്കാം. ഒരിടധികം ആൾക്കാരെ കാണാനില്ലെന്നൊക്കെ, മിസ്സിങ് പേഴ്സൺസ് ആൾക്കാരെ കാണാനില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കണം. അപ്പോൾ ചിക്സിക്ക് എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് ആൾക്കാർ അപ്രതീക്ഷമായി പോയിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു മൈല് പിടിയിട്ടല്ല. എന്തായാലും നോക്കാം. Since you're always coming and going from the city, can you help
ചിക്സ് ചോദിച്ചതെന്ന് വെച്ചാൽ ഞാൻ സിറ്റുവേഷനുള്ള എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയെങ്കിൽ എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ല ആ കാര്യത്തിലൊക്കെ. എനിക്ക് കുറച്ച് പവറും ഉണ്ട്. അപ്പം ആ സിറ്റിയിൽ ഒരുപാട് ആൾക്കാരെ കാണാതായിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഈ വില്ലേജിലാണെങ്കിൽ ഒരു വില്ലേജ് അടക്കം ഒരിതും ഇല്ലാതെ നശിച്ച് പോയി കിടക്കുകയാണ്. അപ്പം ഇതിൽ അവിടെ അഫക്റ്റ് ആയി കിടക്കുന്ന ആൾക്കാർ, പിന്നെ ഒരു സൈഡ് യുദ്ധം നടക്കുവാണ്, മറ്റേ ടാക്സ് ആൻഡ് ഡിസ്കൗണ്ടിൻ്റെ ആൾക്കാരൊന്നും ഇവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല? അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഊമ്പിയിരിക്കുകയാണ്, എല്ലായിടത്തും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി അന്വേഷിച്ച് ചെല്ലണം. എന്തായാലും കണ്ട് ചെല്ലാം. ഓക്കെ, ചിക്സിയുടെ അടുത്ത് ഇനി പോകേണ്ടി വരും. എനിക്കിപ്പോൾ എങ്ങോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞൊരു കാണിച്ചില്ല. എന്തായാലും നോക്കാം. ഓക്കെ, ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ച് അവളെ അറിയിച്ചേക്കാനാണ് അവൾ പറഞ്ഞേക്കണം. ഓക്കെ, എന്തായാലും അതുപോലെ കണ്ടുപിടിക്കിട്ട് ചാറ്റ്. യു റിസീവ്ഡ് എ മെസ്സേജ് റൈറ്റ് ആഫ്റ്റർ ഹാങ്ങിങ് അപ്പ് വിത്ത് ചിക്സിയ. The sense of society, a solitary visitor in Jinsu. ഓക്കെ, എനിക്കെടുത്ത ഒരു മെസ്സേജ് ഉണ്ട്. The Seance Society. Never heard of them before. അങ്ങോട്ട്. They said they have a solution? But how? This is very suspicious. No matter how I look at it. ഇതാ മൈര പറഞ്ഞു. ഓ പിറകിലെടുത്തേ. Guess I'll just go and see for myself. ഇവിടെ ഇപ്പോൾ ഒരു മൈരനെ കണ്ടില്ല. അവ എവിടെ? ഈ മരമായിട്ട് അടിക്കാം. നേരത്തെ ഒരു വലിയ മരം ഇവിടെ കണ്ടിരുന്നു. ഇവിടെ നിന്ന് അടി പറഞ്ഞു. ഈ വലിയ മരത്തിന് അടിച്ചത് പാലടിക്കോടാ. ഓ ഞാൻ തീർന്നു. ഇതെന്ത് മയറാവും തീരല്ലടാ. ഷുടാ എന്നെ 3 പഠിച്ചിട്ടാ. ഇവിടെ ഇവൻ എന്തൊരു പവർ ഈ മയറിന്. ഇവൻ ഭയങ്കര പവർ കേട്ടാ. അവിടെ അവനെ എനിക്ക് അടിക്കണം. ഓക്കെ ചേട്ടാ, അവനെ എനിക്ക് അടിക്കണം. ആ കുണ്ണ എനിക്ക് അടിക്കണം. എടാ ഈ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ചേട്ടാ. അവനെ ഞാൻ ഇന്ന് അടിച്ചിട്ടേ പോകണം. യവനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ലെവൽ അപ്പിൻ്റെ ഒരു ഓപ്ഷനെ കൊണ്ട് ഇവിടെ ഇല്ല. ഇതാണ് ഞാൻ ഇവനെ അപ്ഗ്രേഡ് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കണ്ടേ എന്തോന്ന്. എന്നൊരു ഓപ്ഷൻ കാണിക്കല്ലടാ അപ്ഡേറ്റ് ചെയ്യാൻ. ചേട്ടാ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. മറ്റേ അവൻ എവിടെ? ഞാൻ വേറെ എവിടെ റിവൈവ് ആയി വന്നു കേട്ടോ. അവനെ കാണാനില്ല. മറ്റേ മരുന്ന് ഭയങ്കര കുറച്ച ഭയങ്കര പവർ. ഇനി 600 മീറ്റർ വേണം. മയിലിടാ.
മുകളിൽ കയറാൻ പറ്റില്ലടാ. ഞാൻ താഴെ വീരും. ഇത് ഇങ്ങോട്ട് തന്നെ പോവാനുള്ള വഴി മാറി കിടക്കണ. ഏത് വഴി ഇത് പോവാനുള്ള? നേരെയല്ലേ പോവാനുള്ള? നേരെ എടാ ഈ വഴി അല്ലല്ലേ. ഈ നോക്കട്ടെ, അങ്ങോട്ട് പോയി നോക്കാം. ചിലപ്പോൾ വളഞ്ഞങ്ങനെ പോകണ്ട. ആ വളഞ്ഞങ്ങനെ നോക്കാം. അങ്ങോട്ട് പോയി നോക്കാം. ഇതൊക്കെ പൊട്ടിക്കട്ടെ. ചിലപ്പോൾ യൂസ് ആവുന്നുണ്ടെങ്കിൽ. ഓടെ ഈ വഴി ഇനി കണ്ട വളഞ്ഞ് ഇങ്ങനെയാണ് തോന്നുന്നു. ഇത് കയറണോ? ഇത് ഒരുപാട് പൊക്കില്ല. എനിക്ക് മനസ്സിലാവുള്ളൂ ഇത് ഏത് വഴി ഇനി പോകണ്ട. എടാ ഇതിൻ്റെ മുകളിൽ ഞാൻ എങ്ങനെ കയറും? പക്ഷെ അത് എനിക്ക് മനസ്സിലാവില്ല. എൻ്റെ മോളിൽ ഞാൻ എങ്ങനെ കയറായി? അതിൻ്റെ മോളിൽ കയറാൻ വഴി വല്ലതും ഉണ്ടോ? അങ്ങോട്ട് പോയി നോക്കാം. ചേട്ടൻ അങ്ങോട്ട് പോയി നോക്കാം. ഇത് വഴി കയറാൻ കാണിക്കണേ. ഇതെങ്ങനെ ഞാൻ കയറും? ഇത് ഇത്രയും വലിയ മല എനിക്ക് കയറാൻ ഓപ്ഷൻ കാണിക്കണല്ലേ? കണ്ട ഇത് അങ്ങ് എൻഡിൽ ഇത് വേറെങ്ങാട്ടാണ് പോകേണ്ടത്. ഇനി അതുവഴി വന്ന വഴി അങ്ങനെ മാറിപ്പോയോ? തിരിച്ചൊന്ന് പോയി നോക്കട്ടെ. തിരിച്ചു പോയി നോക്കട്ടെ. അതുകൊണ്ട് ഇതുവഴിയാണ് കയറി വെക്കണം. ഇതുവഴിയാണ് കയറി വെക്കണം. ഇത് എങ്ങനെ പിടിച്ച് കയറണം? എടാ ഓത്തടത്ത് വഴിയില്ലടാ. കുണ്ണയിടത്ത് ഇത് എന്തൊരിടം? എടാ ഇത് വഴിയില്ലടാ.
പൊട്ടിക്കാൻ പറ്റും. അതുവഴി പോയി നോക്കാം. ഞാനിപ്പോൾ എവിടെ ഉള്ള ചാറ്റ് ചെയ്ത് നോക്കട്ടെ. ഏതായിട്ടാ ഫാസ്റ്റ് ട്രാവൽ ചെയ്യുക. അത് തന്നെ ഈ മുമ്പേ വഴി കൂടെ നടന്നു പോയ വഴിയും കാണാൻ പറ്റാനുള്ള വഴിയില്ല അവിടെ. ഒരു ഇടത്തോടെ ഞാൻ ചെന്ന് കയറി അവിടെ വഴിയില്ല, കണ്ട. ഇത്രയേ ഉള്ളൂ. ഇത് ഫാസ്റ്റ് ട്രാവൽ ചെയ്തിരിക്കുന്നു. ഞാൻ ദൂരെ എവിടെ ആയിപ്പോയി. മറ്റില്ല ഏതൊരു കുണ്ണ എന്നെ ഒന്നും അടിച്ചില്ല വലിയ പവറുള്ള. അതിനുശേഷം ഞാൻ വേറെ എവിടെ പെട്ടുപോയി. അവിടെ തിരിച്ചു വരാൻ വഴിയില്ല. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോളോ എടാ, ഈ സെൻസ് സൊസൈറ്റിയിൽ നിന്നുള്ളടുത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഇനി വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തിരക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് എത്തിയപ്പോൾ ചോദിച്ചേക്കണം എൻ്റെ ഇൻവിറ്റേഷൻ നീ അക്സെപ്റ്റ് ചെയ്തോ റോവർ എന്നാണ് ചോദിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി സംസാരിക്കാം അവൻ്റെ അടുത്ത്. അവൻ്റെ പേര് ലിറോങ് എന്നാണ് അവൻ്റെ പേര്. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലിറോങ്ങിൻ്റെ കൂട്ടുള്ള ഒരു കൊച്ചുകുട്ടി അവൻ്റെ മോളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവള് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഞാനും അവനും കൂടെ സംസാരിക്കുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ച് അച്ചാന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ലിറോങ് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ പേടിക്കണ്ട, ഇത് വില്ലനൊന്നും അല്ലെന്നാണ് പറഞ്ഞേക്കണം. അപ്പം എന്തായാലും നോക്കാൻ ചാറ്റ്. അവൻ്റെ മോളാണ്. അവളെ പേരെന്തിരി യുവാൻ യുൻ അങ്ങനെ എന്താണ് അവളെ പേര്. എടാ, മുമ്പ് അവൻ്റെ മോളെ നഷ്ടപ്പെട്ടേണ്. അപ്പം ഒരിക്കൽ കൂടെ അവളെ നഷ്ടപ്പെടുത്തില്ല. അപ്പം ഇവൻ സെൻസ് സൊസൈറ്റിയിൽ അങ്ങനെയാണ് അവന്മാരുടെ സഹായത്തോടെ ഇവളെ തിരിച്ച് വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. എന്തായാലും നോക്കാം. എടാ, ലൈവ് ഇവിടെ 34 മിനിറ്റ്. ഓക്കെ, എടാ ലൈവ് ആണ്. നല്ല ലൈക്ക് അടിച്ചാ എല്ലാം ലൈക്ക് അടിച്ചാണ്ടാ. അവൻ്റെ ഡോക്ടർ മരിച്ചിട്ടുണ്ടോ? എന്തിട്ട് നോക്കട്ടെ. അവള് മരിച്ചിട്ടില്ല. അവൻ പറയണത് ഞാൻ ചോദിച്ചാൽ അവൻ്റെ മോള് മരിച്ചു പോയാണ്. അപ്പം ഇല്ല, മരിച്ചില്ലെന്ന് പറഞ്ഞവൻ കിടന്ന് ഭയങ്കര ഇതിലാണ് പറയണത്. എന്തായാലും നോക്കാം. അവൻ്റെ മോള് ചോദിക്കണ അവൻ എന്ത് പറ്റിയെന്നാണ്. അവൻ എന്ത് പറ്റി? അവന് വയ്യെന്ന് തോന്നുന്നു കേട്ടാ. ഇനി അവനൊരു ഡോക്ടറിനെ കണ്ടുപിടിച്ച് കൊടുക്കണം. എന്തായാലും സഹായിക്കാം.
അവനൊന്നും വേണ്ടതാണ് അവൻ. അവൻ്റെ എന്ത് പെട്ടെന്നൊരു മാറ്റം. ചേട്ടാ അവന് പെട്ടെന്നൊരു മാറ്റം. I am not leaving her. You're not leaving Daddy, right? Yuan? അവനവൻ്റെ മോളെ വിട്ട് പിരിയാൻ വയ്യ. ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ മോളെ കാണാൻ പറ്റില്ല. വെച്ചാൽ അവൻ്റെ മോളെ ഏതെങ്കിലും കുണ്ണ പിടിച്ചോണ്ടോ നമുക്ക് സംശയം. അവന് സംശയം മനസ്സിലായില്ലേ. വില്ലന്മാരും ഒന്നേ അവളെ തട്ടിക്കൊണ്ട് പോകുന്ന സംശയം. ഒരു തവണ അവളെ തട്ടിക്കൊണ്ട് പോയല്ലേ. അപ്പോൾ എന്തായാലും നോക്കാം. പക്ഷേ ഇവന് വയ്യ. അപ്പോൾ ഇവൻ എന്തായാലും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി പറ്റും. വേണം അവൻ്റെ മോളെ കൂടെ കൊണ്ടുപോകാം അങ്ങോട്ട്. ഇവൻ പെട്ടെന്ന് അവൻ്റെ മോളെടുത്ത് ഭയങ്കര ദേഷ്യത്തിലൊക്കെ അവൻ്റെ ഒരു പെട്ടെന്ന് അവൻ്റെ ചേഞ്ചായി. അവൻ്റെ ഒരു സ്വഭാവം തന്നെ അങ്ങ് ചേഞ്ചായിപ്പോടാ. കണ്ടില്ലേ, പെട്ടെന്ന് അവൻ്റെ സ്വഭാവം അങ്ങ് മാറി. Yuan! അപ്പം ഇവളെ അച്ഛൻ യുവൻ വിളിച്ചുകൊണ്ട് ദേശത്തെ എടാ ഒരു നേരത്തെ ഭയങ്കര മര്യാദ സംസാരിച്ചിട്ട് പെട്ടെന്ന് അവന് ദേഷ്യവും കയറുന്നു. അവൻ എന്തിനാ അവൻ്റെ എനിക്ക് തോന്നുന്നു അവൻ്റെ ഉള്ളിൽ എന്തിനാ ഈവിൾ ശക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ എന്തിനാ അവൻ്റെ മോൾ എന്തിനാ റിക്കവർ തിരിച്ച് കണ്ടുപിടിക്കാൻ പോയ സമയത്ത് അവൻ്റെ ദേഹത്ത്